24 മിനിറ്റ് വേണ്ടിവരുന്ന യാത്രാ സമയം 5 മിനിറ്റ് മാത്രമാക്കി കുറയ്ക്കുന്ന വമ്പൻ റോഡ് വികസന പദ്ധതിക്ക് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കരാർ നൽകി. 8.5 കിലോമീറ്ററിലധികം നീളത്തിൽ മേൽപ്പാലവും തുരങ്കപാതകളും ഉൾപ്പെടുന്നതാണ് പദ്ധതി. 6.5 ലക്ഷത്തോളം പേർക്ക് പദ്ധതി ഗുണം ചെയ്യുമെന്ന് RTA ചെയർമാൻ അറിയിച്ചു. ദുബായ് നഗരത്തിലെ 10 താമസ കേന്ദ്രങ്ങളിലെ ആളുകൾക്കും മീഡിയ സിറ്റിയും ഇന്റർനെറ്റ് സിറ്റിയും അടക്കമുള്ള മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും ആശ്വാസമാകുന്ന ഹെസ സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ 2ാം ഘട്ടത്തിനാണ് RTA കരാർ നൽകിയത്. അതിവേഗം പുരോഗമിക്കുന്ന ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യും. ജുമൈറ വില്ലേജ് സർക്കിൾ, അൽബർഷ സൗത്ത് തുടങ്ങിയ മേഖലകളിലെ 6.5 ലക്ഷത്തോളം താമസക്കാർക്ക് ഗുണകരമാകുന്ന വിധത്തിലാണ് 2ാം ഘട്ട വികസന പ്രവർത്തനം. അൽഖൈൽ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പദ്ധതി സഹായിക്കും. വിവിധ ഇന്റർസെക്ഷനുകളിലായി 8835 മീറ്റർ മേൽപ്പാലം നിർമ്മിക്കും. 480 മീറ്റർ തുരങ്കപാതയും പദ്ധതിയിലുണ്ട്. നിലവിലുള്ള റോഡുകളുടെ വീതി കൂട്ടുകയും പുതിയ പാതകളുടെ നിർമ്മാണവുമെല്ലാം 2ാം ഘട്ട വികസന പ്രവർത്തനത്തിൽ ഉൾപ്പെടും. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഈ മേഖലയിലെ യാത്രാ സൗകര്യം ഇരട്ടിയായി വർദ്ധിക്കും. മണിക്കൂറിൽ 4000 വാഹനങ്ങൾ കടന്നു പോകുന്നത് 8000 മാറും. അൽ അസായൽ സ്ട്രീറ്റ്, ഫസ്റ്റ് അൽഖൈൽ സ്ട്രീറ്റ് എന്നിവിടങ്ങളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്ന വിധത്തിലാണ് ഹെസ സ്ട്രീറ്റിന്റെ ആദ്യഘട്ട വികസന പ്രവർത്തനം ആസൂത്രണം ചെയ്തത്. ഏപ്രിൽ മാസത്തിൽ ഇത് പൂർത്തിയാകാനിരിക്കെയാണ് അടുത്ത ഘട്ടത്തിന് കരാർ നൽകിയത്. നഗരത്തിലെ റോഡ് വികസന പദ്ധതികൾ എത്ര വേഗത്തിൽ പുരോഗമിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.